നമസ്കാരം. വന്ന വഴി മറന്നാലും CPM ചെയ്ത ആക്രമണം ED മറക്കില്ല എന്ന് ഇപ്പോഴെങ്കിലും തലസ്ഥാനത്തെ അക്രമിക്കൂട്ടങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൽ റെയ്ഡിനെത്തിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ നോക്കിയപ്പോ കരുതി കാണും ഒരുപക്ഷെ CPM നേതൃത്വം തങ്ങളെ സംരക്ഷിച്ചോളും, പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കൂടെ നിൽക്കാൻ പാർട്ടി നേതാക്കൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ടാവും. കേസ് വന്നാൽ ഒതുക്കി തീർക്കാനും ആളുകളുണ്ട്. ഇനി അക്രമം നടത്താൻ ബ്രാഞ്ച് തലങ്ങളിൽ നിന്ന് ഫോൺ വിളിച്ച ആളുകളെ കൂട്ടി ആര്യ രാജേന്ദ്രനും അക്രമം നടക്കുമ്പോൾ അവിടെ നോക്കി നിന്ന V ശിവൻകുട്ടിയും MV ഗോവിന്ദനും VK പ്രശാന്തും V ജോയിയും AA റഹീമും ഒക്കെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാകും തങ്ങൾ സേഫ് ആണെന്ന്. ഇതാണ് ഇതിന്റെ ഒരു വസ്തു എന്ന് പറയുന്നത്. ചെയ്യിച്ചവർ കരുതുന്നത് തങ്ങൾ സേഫ് ആണെന്ന്, ചെയ്തവർ വിചാരിച്ചത് ഞങ്ങളെ രക്ഷിക്കാൻ നേതാക്കൾ വരുമെന്ന്. സംഗതി നേതാക്കളെ ഈ പറയുന്ന അക്രമികളെ രക്ഷിക്കാനായിട്ട് ചെന്നതുമില്ല. ഇപ്പൊ നേതാക്കളും പെടുന്ന കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കളി EDയോടാണ്, ലോക്കൽ പോലീസിനോടല്ല എന്ന് നേതാക്കൾക്കും ഇപ്പോഴാണ് ബോധ്യം വരുന്നത്. ഇവിടെ കേരള പോലീസിനോട് കളിച്ച് നമുക്കറിയാലോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന്. ഏതായാലും നെഞ്ചിൽ തീ കോരിയിട്ടിപ്പോ ഓരോ നേതാവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ തല്ലിയപ്പോ സിന്ദാബാദ് വിളിച്ച പാളയം സന്തോഷും ആദർശം ഉൾപ്പെടെയുള്ള ഗുണ്ടകള് ഇപ്പൊ എവിടെയാണ് എന്ന് അറിയില്ല, മഷിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിയാൻ CPMന്റെ ജില്ലാ ഓഫീസോ അല്ലെങ്കിൽ മറ്റു പാർട്ടി ഓഫീസുകളോ അല്ലാതെ വേറെ ഏത് സുരക്ഷിത സംഘടനമാണ് ഉള്ളത് എന്നാണ് അറിയേണ്ടത്. ഏതായാലും നേതാക്കൾ പറഞ്ഞത് കേട്ട് ചാടിപ്പുറപ്പെട്ട അണികൾക്ക് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. പാളയം മാർക്കറ്റിലെ ഗുണ്ടാപിരിവ് ഒഴിപ്പിച്ചിട്ടുള്ള VV രാജേഷിനെയും BJP ഭരണത്തെയൊക്കെ താഴെയിറക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ ഒരു തനിനിറം അത് പുറത്തു വരുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോ VV രാജേഷിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടകളെ ഇറക്കാൻ കിട്ടുന്നില്ല എന്നതാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഈ EDക്ക് നേരെയുള്ള അക്രമങ്ങൾ ഉണ്ടായ ഒരു വിഷയം. 100-300 പ്രതികളുണ്ട്. ഈ 100-300 പ്രതികള് വെട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിടിച്ചകത്താക്കും. ഈ VV രാജേഷിനെ ഒതുക്കാൻ വേണ്ടി പോലും പാർട്ടി ഗുണ്ടകളെ ഇറക്കാൻ അതുകൊണ്ട് നിവൃത്തിയില്ല. പ്രതിയായിട്ടുള്ള പാളയം സന്തോഷ് വിദേശത്തേക്ക് കടന്നു എന്നൊക്കെ അന്തംകമ്മികൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് പോലീസിന്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒക്കെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വിവരം. ആദ്യം ഒരു പ്രതിക്ക് ജാമ്യം വാങ്ങുക, പിന്നീട് അത് കാണിച്ച് ബാക്കിയുള്ളവരെയും പുറത്തിറക്കുക. ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടെ പാർട്ടിക്കാരിയായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ വെച്ച് കളിച്ചിട്ടുള്ള ഒത്തുകളി അതിപ്പോ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. കോടതിയിൽ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. പോലീസ് കടുത്ത നിലപാടെടുത്തു. കോടതി ഗീനാകുമാരിയെ മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സന്തോഷ് കുമാറിനെ നിയമിച്ചു. കമ്മികളുടെ എന്തായാലും പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്തു ഇതോടുകൂടി. ഇനി കോടതിയിൽ ഒത്തുകളി നടക്കൂല. ഇതിനെല്ലാം പുറമെ ED ഈ കേസിൽ നേരിട്ട് കക്ഷി ചേരുകയാണ്. കേരള പോലീസിന്റെ കാര്യങ്ങളൊന്നും കാത്തു നിൽക്കുന്നില്ല. കേരള പോലീസിൽ പിണറായി പോലീസായിരുന്നവർ കൂടി ബാക്കിയുണ്ടെന്ന് ED മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ VD സതീശൻ അധികാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും എല്ലാം VD സതീശന്റെയും രമേശ് ചെന്നിത്തലേന്റെയും കയ്യിലൊക്കെ ഈ പോലീസ് സന്നാഹം എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും EDയുടെ കേസ് ഒരുപക്ഷെ പോലീസ് ഇതിനെ തേച്ചുമാച്ച് കളയുമെന്ന് കരുതിയിട്ട് ED നേരിട്ട് കേസിൽ കക്ഷി ചേരുകൂടി ചെയ്തതോടെ കളി ഏകദേശം പൂർണ്ണമായിട്ട് മാറി മറിഞ്ഞു എന്ന് പറയാം. ഈ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സത്യത്തിൽ കരുതിയില്ല ഇത്രയും ഒരു വലിയ പണി പിറകിൽ വരുന്നുണ്ടെന്ന്. കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കേസിന്റെ ഭീകരത എന്താണെന്ന് ED കാണിച്ചു തരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതോടെ നേതാക്കളുടെ പങ്ക് ഇനി പകൽ പോലെ പുറത്തു വരും. ആൾക്കാരെ വിളിച്ചു വരുത്തിയതും അക്രമം നടത്തിയതും ഒക്കെ പുറത്തു വരും. എവിടെ പോയി വിളിച്ചു കഴിഞ്ഞാലും, ഏത് പാർട്ടി ഓഫീസിൽ കയറി വിളിച്ചാലും, ഏത് പാർട്ടി നേതാവായാലും ED ഒരെണ്ണത്തിൽ പോലും വിടാതെ പൊക്കിയിരിക്കും എന്നതാണ് ഇപ്പോഴും നിലവിൽ EDയുടെ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെയ്ത അക്രമത്തിന്റെ ഭവിഷ്യത്ത് ആലോചിച്ചിട്ട് ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന അണികളുണ്ട്, അവരെ ഇറക്കിവിട്ട നേതാക്കളുണ്ട്. എല്ലാവരും ഒരുപോലെ പണി പാളിയിരിക്കുകയാണ് അവർക്ക്. ഇതിനേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നവരുടെ അവസ്ഥ. അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കാൻ കഴിയുന്നില്ല. സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് ഇനി അവർ പാഠപുസ്തകം വാങ്ങിയിട്ടുണ്ടോ, യൂണിഫോം വാങ്ങിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. വീട്ടില് കഴിയുന്ന ചെയ്യാവലംബികളായിട്ടുള്ള രക്ഷിതാക്കളുണ്ട്. അതുപോലെ അത്തപ്പാടികളായിട്ടുള്ള ആൾക്കാരാണ്. അവർ നയിച്ചുണ്ടാക്കിയിട്ടാണ് ഈ കുടുംബങ്ങൾ കഴിഞ്ഞത്. അവരുടെ കുടുംബമൊക്കെ ആകെ അൽക്കുലത്തായി, ആകെ ബുദ്ധിമുട്ടായി. ഏതായാലും ഇവിടെ അണികളെ എറിഞ്ഞു കൊടുത്തിട്ട് ഈ അക്രമികളായിട്ടുള്ള ഒരു കൂട്ടത്തെ സൃഷ്ടിച്ച് അവരെ പോലീസിന് എറിഞ്ഞു കൊടുത്ത് ജയിലിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നേതാക്കൾ കൈ കഴുകുന്ന ഒരു പതിവ് കാഴ്ചയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ കേസിലും കാണാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ കൈ കഴുകിയ നേതാക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് EDയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Different angles. Don't forget to subscribe and support this channel.